അങ്ങനെ മാസങ്ങൾ നീണ്ട ലീക്സിനും റൂമേഴ്സിനൊടുവിൽ കഴിഞ്ഞ വീക്കിലാണ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഐഫോൺ 14 പ്രോയും അതോടൊപ്പം തന്നെ 14 പ്രോ മാക്സും ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോൺ 14 പ്രോയുടെയും 14 പ്രോ മാക്സിൻ്റെയും അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ഐഫോൺ 14ൻ്റെയും 14 പ്രോയുടെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഐഫോൺ 13 സീരീസ് ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 11 സീരീസ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ബോക്സ് പ്രോ മോഡൽസിൻ്റെ ബോക്സുകൾ വന്നിരുന്നത് നമുക്കറിയാം ബ്ലാക്ക് കളറാണ്. കാരണം ആ ഒരു ഡിവൈസ് എടുത്തറിയുന്നത് ആ ഒരു ബ്ലാക്ക് കളറായിരിക്കും. പക്ഷേ ഇവിടെ 14 പ്രോ വന്നപ്പം നമുക്ക് ഐഫോൺ 10ലും 10s ഒക്കെ ലഭിച്ച പോലെ തന്നെ ഒരു വൈറ്റ് കളർ ബോക്സാണ് ലഭിക്കുന്നത്. രണ്ടാമത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഐഫോൺ 10s ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12 11 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫേസിങ് നമുക്ക് ഈ ഒരു ഇമേജ് കാണിക്കുന്ന ബോക്സിൽ ഈ ഒരു ഇമേജ് കാണിക്കുന്നതിൻ്റെ മിക്ക ഇമേജസ് നമുക്ക് നോക്കിയറിയാം. ഈ ഒരു നോച്ച് നമ്മുടെ ടോപ്പിലുള്ള ഐഫോണിൻ്റെ നോച്ചിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വാൾപേപ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇമേജസ് ആകാം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു നോച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇത്തവണ ആപ്പിൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തേക്കുന്നത്. കാരണം അവരുടെ പുതിയ ഫീച്ചറായിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റി ആയിട്ടുള്ള ആ ഒരു കട്ടൗട്ട്, ഡൈനാമിക് ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. ആ ഒരു ഡൈനാമിക് ഐലൻഡ് വ്യക്തമായി കാണുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ആപ്പിൾ ഇത്തവണ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ആപ്പിൾ ഈ ഒരു കാര്യത്തിൽ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു കട്ടൗട്ടിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ പ്രൗഡാണ്. കാരണം ഇത് വെറും ഒരു കട്ടൗട്ട് അവിടെ നിൽക്കുമല്ല, നമുക്ക് പല കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പിൾ ഈ ഒരു ഡൈനാമിക് ഐലൻഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ സൈഡ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നേക്കുന്ന ആ ഒരു എഴുത്തുണ്ടല്ലോ ഐഫോണിന് എഴുതിയേക്കുന്ന, അതോടൊപ്പം തന്നെ ഈ താഴെ വന്നേക്കുന്ന ആപ്പിൾ ലോഗോ, ഇതെല്ലാം നമുക്ക് പർപ്പിൾ കളർ, ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ്, ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കാരണം ആ ഒരു പർപ്പിൾ കളറിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് സൈഡ്സിലും കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുമ്പം ഞാനിത് സൗദിയിൽ നിന്നാണ് വാങ്ങിയത്. സൗദിയിൽ ഐഫോൺ 14 പ്രോ 256 GB ആണ് ഞാൻ വാങ്ങിയത്. 256 GB പ്രൈസ് എന്ന് പറയുന്നത് 5199 ആണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ 1,10,000 രൂപ ആ ഒരു റേഞ്ചിൽ വരും. അതോടൊപ്പം തന്നെ ഐഫോൺ 14 പ്രോ മാക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5699 ആണ്. അതായത് ഏകദേശം 1,20,000 രൂപ. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ രണ്ട് ഡിവൈസും നമുക്കിവിടെ 256 ആണ് രണ്ടും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ബാക്ക് ഫുൾ ടാബ് നമുക്കിതിൽ പീൽ ചെയ്ത് കളയാം. അങ്ങനെ നമ്മളത് ഓപ്പൺ ചെയ്തു. ഓ സൂപ്പർ, അടിപൊളി കളറാണ്, പർപ്പിളാണിത്. ഡീപ്പ് പർപ്പിൾ എന്ന് പറയുന്നൊരു കളറാണ് ആപ്പിൾ ഇതിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഐഫോൺ 13 പ്രോ ഇറങ്ങിയപ്പം ആപ്പിൾ സിയറ ബ്ലൂ എന്ന് പറയുന്നൊരു പുതിയ കളറാണ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് കൊണ്ടുവന്നത്. അതിന് മുന്നേ ഐഫോൺ 12 പ്രോ ഇറങ്ങിയപ്പം പസഫിക് ബ്ലൂ എന്ന് പറയുന്നൊരു കളറായിരുന്നു കൊണ്ടുവന്നത്. ഇത്തവണ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കളറാണ് ഈ ഒരു ഡീപ്പ് പർപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു കളറ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു വ്യക്തമായിട്ട്. ഒറ്റ നോട്ടത്തിൽ പറയുവാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രേയിഷ് കളർ, ഒരു ബ്ലൂ ആൻഡ് ഗ്രേയിഷ് കളർ ഒരു ടോണാണ് ഇതിൽ വരുന്നത്. ഇനി ബോക്സിനകത്ത് ആസ് യൂഷ്വൽ നമുക്ക് 12 മുതൽ എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ ഒരു ആപ്പിളിൻ്റെ Type C to ലൈനിങ് കേബിൾ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ആസ് യൂഷ്വൽ. ഇതിനകത്ത് നമ്മുടെ ആപ്പിൾ സ്റ്റിക്കേഴ്സും സിമ്മി ജെറ്റഡ് ടൂളും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ കാര്യം തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനം നമ്മളുടെ ഫോണിൻ്റെ ഈ ഒരു പേപ്പർ കോട്ടിങ് നമുക്കൊന്ന് പീൽ ചെയ്ത് കളയാം. അതൊരു ഫീലിംഗ് ആണ്, നമുക്ക് ആ ഒരു പേപ്പർ മാറ്റുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് 14 പ്രോ മാക്സിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇച്ചിരി ഹെവിയാണ്, കാരണം നമുക്കറിയാം ഒബ്വിയസ്ലി ഇത് മാക്സ് ആണ്. ആ ഒരു ഹെവിനെസ് നമുക്ക് ഈ ഒരു ഡിവൈസിന് ഫീൽ ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം ഡാർക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലൈറ്റ് തീരെ കുറവുള്ളൊരു എൻവയോൺമെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഡീപ്പ് ഗ്രേ കളർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ലൈറ്റ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു കളറിൻ്റെ ആ ഷെയ്ഡ് മാറിക്കൊണ്ടേയിരിക്കും. അത് വളരെ രസകരമാണ്. ഓൺ ഹാൻഡ്സ് നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു സൂപ്പർ കളറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഐഫോൺ 13 പ്രോ നമ്മുടെ 13 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ആൻഡ് നിങ്ങളിവിടെ ഒരു കാര്യം സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ ആപ്പിൾ ലോഗോ സ്ലൈറ്റ്ലി മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കാണാം, വളരെ വിസിബിളാണ്. അതായത് അതിൻ്റെ ക്യാമറ മൊഡ്യൂള് ലാർജർ ആയിട്ടുണ്ട്. ഐഫോൺ 13 പ്രോയിൽ ഐഫോൺ 10s-നെയും 10-നും 12-നേക്കാളും ഒക്കെ ലാർജറായിട്ടുള്ളൊരു ക്യാമറ മൊഡ്യൂളാണ് വന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു പുതിയ സെൻസറാണ് ആപ്പിൾ നമ്മുടെ സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ ക്യാമറ മെയിൻ സെൻസർ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ ക്യാമറ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു പുതിയ സെൻസറിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ലാർജറായിട്ടുള്ള ഒരു മൊഡ്യൂൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ എക്സ്റ്റെൻഡ് ആയത്. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ നോട്ടീസ് ചെയ്യുന്നത്, നമ്മുടെ 13 പ്രോയിനേക്കാളും
അതിലുള്ള ഫ്ലാഷിനേക്കാളും ലാർജറായിട്ടുള്ള വലിയ സ്വല്പം കൂടെ വലുപ്പമുള്ള ഒരു ഫ്ലാഷാണ് ആപ്പിൾ ഐഫോൺ 14 പ്രോയിൽ കൊടുത്തേക്കുന്നത്. ഇനി സൈഡ്സിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ബട്ടൺ പ്ലേസ്മെൻറ്റ് കാര്യത്തിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സിം ട്രേയിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 14 പ്രോയിൽ സ്വല്പം കൂടെ താഴത്തേക്കാണ് നമ്മുടെ സിം ട്രേ പോയേക്കുന്നത് കാണാം. ആ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ സൈഡിൽ, നമ്മുടെ ബട്ടൺ പ്ലേസ്മെൻറ്റിൻ്റെ സൈഡിലുണ്ടായിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ പവർ ബട്ടണിൻ്റെ സൈഡിൽ നമുക്ക് കാണാം പവർ ബട്ടണും ചെറിയൊരു പ്ലേസ്മെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. 14 പ്രോയിൽ സ്വല്പം താഴെയാണ്, 13 പ്രോയിൽ സ്വല്പം മുകളിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പിലേക്ക് പോകാം. സെറ്റപ്പിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡൈനാമിക് ഐലൻഡാണ്, നമ്മുടെ ആ ഒരു കട്ടൗട്ട്. ആ കട്ടൗട്ട് ആപ്പിൾ എങ്ങനെയാണോ നമ്മളെ ലീഗ്സിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഡബിൾ കട്ടൗട്ടാണ്, ഡ്യുവൽ പഞ്ച് ഹോൾ കട്ടൗട്ടാണ്. പക്ഷേ അത് സോഫ്റ്റ്വെയർ പരമായിട്ടാണ് ആപ്പിൾ അതിനെ ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ കട്ടൗട്ട് ആക്കിയേക്കുന്നത്. നമ്മളിത് ലീക്സ് വീഡിയോസിലൊക്കെ സംസാരിച്ചൊരു കാര്യമാണ്. കാരണം ഡിസ്പ്ലേ ഓഫ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം നമുക്കത് രണ്ട് കട്ടൗട്ട്. അതിനെ സോഫ്റ്റ്വെയർ പരമായിട്ടാണ് ആപ്പിൾ അത് സിംഗിൾ കട്ടൗട്ട് ആക്കുന്നത്. ഇനി നമുക്കിത് സെറ്റപ്പ് ചെയ്യാം. വളരെ സ്മൂത്താണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ ഇത് പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഐഫോൺ 13 പ്രോയിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതേ സെയിം പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിലുണ്ടായിരിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐഫോൺ 13 പ്രോയിൽ നമുക്ക് 10 Hz to 120 Hz ആണ് റീഫ്രഷ് റേറ്റ് എങ്കിൽ ഇതിൽ 1 Hz to 120 Hz ആണ് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ്, നമുക്ക് ഐഫോൺ iOS 16 വന്നപ്പം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫീച്ചർ അത് ഐഫോൺ 14 പ്രോയിലും മാത്രമേ ഉള്ളൂ. 14 പ്രോയിലും 14 പ്രോ മാക്സിലും. ഐഫോൺ 13 പ്രോയിൽ പോലും നമുക്ക് ആ ഒരു ഫീച്ചർ ഇല്ല. കാരണം ഈ ഒരു LTPO പാനലിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കൊണ്ടാണ്. എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഐഫോൺ 13 പ്രോയിൽ നിന്ന് നമ്മുടെ സിം ഇതിലേക്കൊന്ന് ഊരിയിടാം. സിമ്മിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഇത്തവണ ഈ ഒരു സിമ്മിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സിമ്മാണ് ആപ്പിൾ US മോഡൽസിന് മാത്രം കൊടുത്തിരിക്കുന്നത്. അതായത് US വാങ്ങുന്ന അല്ലെങ്കിൽ US വേരിയൻസിന് നമുക്ക് ഈ സിം മാത്രമേ ലഭിക്കത്തുള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇറങ്ങുന്ന മോഡൽസിന് സിം സ്ലോട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. മോഡൽസിന് മാത്രം, US ഇറങ്ങുന്ന മോഡൽസിന് മാത്രം നമുക്ക് സിം ഇടാനുള്ള സ്ലോട്ട് ഇല്ല. ബാക്കി എല്ലാ മോഡൽസ്, അതിപ്പോൾ ഇന്ത്യയിലായാലും സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിലും നമുക്ക് സിം ഇടാനുള്ള സ്ലോട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് US വാങ്ങുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ഈ സിമ്മേലാണ് കളി മൊത്തവും. ഈ സിം നല്ലതാണ്, നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഈ സിമ്മിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യത്തിന് സിം എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജിയോ ആണെങ്കിൽ ജിയോയുടെ സ്റ്റോറിൽ പോകണം, അതല്ല എയർടെൽ ആണെങ്കിൽ എയർടെലിൻ്റെ സ്റ്റോറിൽ പോയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആ ഒരൊറ്റ കുഴപ്പം മാത്രമേ, അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഈ സിമ്മിനുള്ളൂ. കാരണം ഈ സിം മാത്രമേ ഉള്ളൂ US വേരിയൻറ്റിന്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സിം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഞാനിത് പുതിയ ഡിവൈസായിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യുവാണ്. ഐഫോൺ 13 പ്രോയിൽ നിന്ന് ഞാൻ ഒരു ബാക്കപ്പും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇതാണ് എമർജൻസി SOS. ഈ ഒരു ഫീച്ചർ നമ്മളുടെ ഐഫോൺ 14 എൻറ്റയർ ലൈനപ്പിൽ 4 മോഡൽസിലും ആപ്പിൾ കൊണ്ടുവന്ന പുതിയൊരു ഫീച്ചറാണ് എമർജൻസി SOS. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈക്കിങ്ങിനോ ക്യാമ്പിങ്ങിനോ ഒക്കെ എവിടെയെങ്കിലും പോയി ഹില്ലി ആയിട്ടുള്ള ഏരിയയിൽ മൗണ്ടൻ സ്റ്റേഷനിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സെൽഫ് റിസപ്ഷൻ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എമർജൻസി സർവീസിനെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ആപ്പിൾ കൊണ്ടുവന്നൊരു പുതിയ ഫീച്ചറാണ് ഈ ഒരു എമർജൻസി SOS. അതായത് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ നമ്മുടെ ഐഫോണിൽ നിന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അല്ലെങ്കിൽ എമർജൻസി സർവീസസിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അങ്ങനെ അവർക്ക് റെസ്ക്യൂവിന് വരാനും നമ്മളെ രക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഇത് കറൻ്റ്ലി US മാത്രമേ ഉള്ളൂ ഈ ഒരു സർവീസ്, ബാക്കി എങ്ങും നമുക്കില്ല. കാരണം ഇത് എല്ലാ ഐഫോൺ 14 മോഡൽസിലും ഉണ്ട്. പക്ഷേ അതാത് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെയും കൂടെ കോപ്പറേഷനോടെയാണ് ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് ഭാവിയിൽ തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടിന്യൂ കൊടുക്കുന്നു. വെൽക്കം ടു ഐഫോൺ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐഫോൺ 14 പ്രോ എന്ന് പറയുന്നത്. അതാണ് ഡൈനാമിക് ഐലൻഡ്. ഇനി ഇവിടെ ഡൈനാമിക് ഐലൻഡിനെ പറ്റി 2 വാക്ക് പറയേണ്ടതാണ്. കാരണം ഇത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആപ്പിൾ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, വളരെ നല്ലൊരു ഇംപ്ലിമെൻറ്റേഷനാണ്. കാരണം നോച്ച് അല്ലെങ്കിൽ ഇതുപോലെ കട്ടൗട്ട് ബാക്കി പല മാനുഫാക്ചേഴ്സും ഈ ആപ്പിൾ കൊണ്ടുവരുന്നതിന് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആപ്പിൾ അതിനെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, യൂസേഴ്സിന് ഗുണം ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഡൈനാമിക് ഐലൻഡിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പം ക്ലോക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഡൈനാമിക് ഐലൻഡിൽ അത് പ്ലേസ് ആക്കുന്നത്. അതുപോലെ നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഇത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യുവാണ്. ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കാണാം ആ ഒരു ഡൈനാമിക് ഐലൻഡിലേക്ക് 2 സംഭവം, അതായത് ആപ്പിൾ മ്യൂസിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു ടൈമറും അവിടെ വന്നേക്കുന്നത്. ജസ്റ്റ് ഞാൻ മ്യൂസിക്കിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കാം.
ഇനി ജസ്റ്റ് ഇതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഇൻട്രാക്ഷൻ കാണാൻ സാധിക്കും, ആ ഒരു മ്യൂസിക് പ്ലെയർ അവിടെ വരുന്നത്. ഇത് മാത്രമല്ല, നമുക്കൊരു കോൾ വരുവാണെങ്കിലും അല്ലെങ്കിൽ പല ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡൈനാമിക് ഐലൻഡിലേക്ക് അത് ഒതുങ്ങി നിൽക്കുകയും അതിനകത്ത് അത് ഇൻട്രാക്ട് ചെയ്യുന്നതും കാണാൻ സാധിക്കും. അത് മുന്നോട്ടുള്ള വീഡിയോസിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു 13 Pro യൂസേഴ്സ് ഒന്നും തന്നെ ഈ iPhone 14 Proയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം സ്പെക്ക് വൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആപ്പിൾ ഇതിൽ വന്നേക്കുന്നത് A16 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്, 4 nanometer ആർക്കിടെക്ചറുള്ള A16 Bionic. അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രീവിയസ് ജനറേഷൻ ആയിട്ടുള്ള A15 നിന്ന് വെറും 17% മാത്രമേ ഉള്ളൂ ഇൻക്രിമെൻ്റ് ഉള്ളൂ. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പ്ലസ് 6GB RAM ആണ് രണ്ട് ഡിവൈസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയും, iPhone 13 Pro അല്ലെങ്കിൽ 13 സീരീസ് യൂസ് ചെയ്യുന്നവരൊന്നും തന്നെ 14 Proയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സെപ്റ്റ് 3 കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈനാമിക് ഐലൻഡ്, പുറകിലുള്ള ആ ഒരു 48 മെഗാപിക്സലിൻ്റെ പുതിയ സെൻസർ, ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ, ഈ 3 ഫീച്ചറും പ്ലസ് നിങ്ങൾക്ക് ചിലവാക്കാൻ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇപ്പം 13 Pro ഒക്കെ യൂസ് ചെയ്യുന്നവർ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വന്നേക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് iPhone 13 Proയിലുള്ളതിനേക്കാളും സ്ലൈറ്റ്ലി സ്ലിമ്മർ ആയിട്ടുള്ള ഒരു ബെസലാണ് നമുക്ക് iPhone 14 Proയിൽ വന്നേക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു എഡ്ജസ് ഒക്കെ, അതായത് ഈ ഒരു എഡ്ജസ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു എഡ്ജസാണ് iPhone 14 Proയിൽ വന്നേക്കുന്നത്. കുറച്ചും കൂടെ റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള എഡ്ജാണ് വന്നേക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് iPhone 13 Proയിൽ നമുക്ക് അത്ര റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജ് അല്ല. ഈ ഒരു കാര്യം കൂടെ വന്നുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഇതിൽ ഫീൽ ചെയ്യാം. ആൻഡ് ഈ ഒരു സ്ക്രീനിൻ്റെ കാര്യം എടുത്ത് പറയുമ്പം ഇതിൻ്റെ ബ്രൈറ്റ്നസ്, നമുക്ക് നോർമലി ഉള്ള ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 nits ആണ്. ഇതിൻ്റെ ഔട്ട്സൈഡിലുള്ള ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2000 nits ബ്രൈറ്റ്നസ്സിൽ നമുക്ക് വെളിയിൽ പകൽ ഓൺ ഡേ ലൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1500 nits ആണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഡിസ്പ്ലേയിലുണ്ട്. ആൻഡ് ഏറ്റവും അവസാനം എങ്ങനെയുള്ള യൂസേഴ്സാണ് ഈ ഒരു ഡിവൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു iPhone 12 താഴേക്കുള്ള ഡിവൈസുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 12 എന്നൊക്കെ വളരെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ ഒരു ക്യാമറ, എസ്പെഷ്യലി ക്യാമറ ആൻഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പം 13 ഞാൻ ഒരിക്കലും പറയത്തില്ല 13 യൂസേഴ്സ് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ. പക്ഷേ അതിന് താഴേക്കുള്ള യൂസേഴ്സ് ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ നോക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയൊരു എറയാണ്. കാരണം നമ്മൾ iPhone 10 ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് ആദ്യമായിട്ട് അപ്പോഴാണ് നോച്ച് വന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പം 13 Pro വരെ കണ്ടു. ആ ഒരു നോച്ചിനെ തന്നെ ആപ്പിൾ റിഫൈൻ ചെയ്താണ് ഇപ്പം ഉള്ള 13 Proയിൽ നിന്ന് മാറി ഈ ഒരു പിൽ ഷേപ്പ് കട്ടൗട്ടിലേക്ക് വന്നേക്കുന്നത്. അപ്പം കട്ടൗട്ട് വന്നേക്കുന്ന ഡിവൈസിലെ ഏറ്റവും ആദ്യത്തെ ഡിവൈസാണ് iPhone 14 Pro എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ആപ്പിൾ റിഫൈൻ ചെയ്യും, ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു iPhone 10 എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ Milan. Catch you guys next video. Till then, peace.